ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ പെരുമയും പ്രൌഢിയും പ്രകടമാക്കി ഇന്ത്യ സ്വാഭിമാനം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ജനാധിപത്യത്തിന്റെ കരുത്തും സമ്പന്ന പൈതൃകവും കർത്തവ്യപഥിൽ പ്രതിഫലിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 77ാം റിപ്പബ്ലിക് ദിന പരേഡ് സാക്ഷ്യം വഹിച്ചത് രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും സൈനിക ശക്തിയുടെയും അതുല്യ സംഗമത്തിന്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടർ ലെയ്നും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. താങ്ങുവില നൽകി പയർവർഗ്ഗങ്ങളുടെ സംഭരണം 100% ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. CK നായിഡു ട്രോഫി ക്രിക്കറ്റിൽ ജമ്മുകാശ്മീരിനെതിരെ കേരളത്തിന് ജയം. വാർത്തകൾ വിശദമായി. 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ ആഘോഷങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു നേതൃത്വം നൽകി. ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീരസൈനികർക്ക് ആദരമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ദേശീയ ഗാനത്തിന്റെയും ആചാരപരമായ 21 ഗൺ സല്യൂട്ടിന്റെയും അകമ്പടിയോടെ രാഷ്ട്രപതി ദേശീയ പതാക നിവർത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടം കുറിച്ച വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് രാഷ്ട്രപതി അശോക ചക്ര പുരസ്കാരം സമ്മാനിച്ചു. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാക്കിയ റിപ്പബ്ലിക് ദിന പരേഡിനാണ് കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം വന്ദേമാതരം, സമൃദ്ധിയുടെ മന്ത്രം ആത്മനിർഭർ ഭാരത് എന്ന പ്രമേയത്തിലൂന്നിയ പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. ഒരു റിപ്പോർട്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യപഥിൽ അണിനിരന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ സൈനിക ശക്തി ലോകത്തിന് മുന്നിൽ വിളിച്ചോതി. ഓപ്പറേഷൻ സിന്ധൂരിൽ സേന ഉപയോഗിച്ച ആയുധങ്ങളുടെ പ്രദർശനമായിരുന്നു മുഖ്യ ആകർഷണം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ, യുദ്ധ ടാങ്കായ അർജുൻ എന്നിവ പ്രദർശിപ്പിച്ചു. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലൂന്നിയ വളർച്ച പ്രതിഫലിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളായിരുന്നു പരേഡിന്റെ മറ്റൊരാകർഷണം. കേരളത്തിന്റെ അടക്കം വിവിധ സംസ്ഥാനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ 30 നിശ്ചല ദൃശ്യങ്ങൾ അണിനിരന്നു. 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി ജലമെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത്. 2500ഓളം കലാകാരന്മാർ പങ്കെടുത്ത പരേഡ് വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങളുടെ ആഘോഷം കൂടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയിലും വിദേശത്തുമുള്ള പൌരന്മാർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. രാഷ്ട്രത്തിന്റെ പെരുമയും പ്രൌഢിയും പ്രകടമാക്കി ഇന്ത്യ സ്വാഭിമാനം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ ശക്തിയും പൈതൃകത്തിന്റെ സമ്പന്നതയും രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്ന ഐക്യവും കർത്തവ്യപഥിൽ പ്രതിഫലിച്ചതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടർ ലെയ്ൻ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശക്തിയും പൊതുവായ മൂല്യങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധതയും അവരുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യൂറോപ്യൻ യൂണിയൻ സംഘം നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തുടനീളമുള്ള വിവിധ സമൂഹങ്ങളുടെ മികച്ച സംഭാവനകളെ അംഗീകരിക്കുന്ന വേദിയായി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി ഉയർന്നുവരുന്നതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ റിപ്പബ്ലിക് ദിനാഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. So many people who do a lot of positive work, to be able to bring those positive works to the attention of the nation and to share those works and spread that positivity. Our Prime Minister Shri Narendra Modi ji has been expressing such good works through the Man Ki Baat program, and that brings out the good work being done within the society by every section of the society. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ, മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജു, പ്രസാർ ഭാരതി CEO ഗൌരവ് ദ്വിവേദി, ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ എന്നിവരും പങ്കെടുത്തു. കേരളത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ദേശീയ പതാക നിവർത്തി. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ ആസ്ഥാനങ്ങളിൽ വിവിധ മന്ത്രിമാർ പതാക നിവർത്തി.
ലക്ഷദ്വീപിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ ദേശീയ പതാക നിവർത്തി. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റിലും പതാക നിവർത്തി. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ സതീഷ് ശിവൻ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള ഇടപെടലുകളെ ആശംസാ സന്ദേശത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രകീർത്തിച്ചു. ലോകസമാധാനവും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ ചൈന ബന്ധം നിർണായകമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. കാർഷിക രംഗത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച് മിത്ര നികേതൻ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ വിഷയ വിദഗ്ധ G ചിത്രയുമായുള്ള സംഭാഷണം നാളെ ഉച്ചയ്ക്ക് 1:45 കേൾക്കാം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ നടക്കും. താങ്ങുവില നൽകി പയർവർഗ്ഗങ്ങളുടെ സംഭരണം 100% ഉറപ്പാക്കാൻ സർക്കാർ പരിശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകം ക്ഷണിച്ച കർഷകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാജ വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. नकली खाद, नकली बीज और नकली पाउडर पेस्टिसाइड ये किसान की सबसे बड़ी समस्या है. बताओ है कि नहीं? अब हम कोशिश कर रहे हैं कि संसद के इसी सत्र में नकली बीज या बीज बता दिया और पता चल ढंग से उगा ही नहीं. अब हम दोनों कानून बनाने वाले हैं, पेस्टिसाइड एक्ट और सीड बीज अधिनियम. ദേശീയ ദിനത്തിൽ ഓസ്ട്രേലിയൻ ജനതയ്ക്ക് ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇരു രാജ്യങ്ങളുടെയും സുസ്ഥിര വളർച്ചയ്ക്കും വർദ്ധിച്ചുവരുന്ന സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഇന്ത്യ ഏറെ മൂല്യം നൽകുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കണം. 23 വയസ്സിൽ താഴെയുള്ളവർക്കായുള്ള CK നായിഡു ട്രോഫി ക്രിക്കറ്റിൽ കേരളം 88 റൺസിന് ജമ്മുകശ്മീരിനെ തോൽപ്പിച്ചു. 260 റൺസ് പിന്തുടർന്ന ജമ്മുകശ്മീർ 171 റൺസിന് എല്ലാവരും പുറത്തായി. 30-ന് മേഘാലയയുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. വഡോദരയിലാണ് മത്സരം. ടോസ് നേടിയ ബംഗളൂരു മുംബൈയെ ബാറ്റിംഗിനയച്ചു. അസമിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം നാളെ ഒഡീഷയെ നേരിടും. 1 ജയവും സമനിലയും ഉൾപ്പെടെ 4 പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതാണ് കേരളം. അമേരിക്കയിൽ അതിശക്തമായ മഞ്ഞുവീഴ്ചയിൽ വ്യാപക നാശനഷ്ടം. തെക്ക് വടക്കുകിഴക്കൻ മേഖലകളിൽ കഠിനമായ തണുപ്പിലും മഞ്ഞുവീഴ്ചയിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. വൈദ്യുതി ബന്ധം വലിയ തോതിൽ തടസ്സപ്പെട്ടു. ആയിരക്കണക്കിന് വിമാന സർവീസുകളെ മഞ്ഞുവീഴ്ച ബാധിച്ചു. ഈജിപ്തിൽ കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് പാർലമെന്റിന്റെ പരിഗണനയിൽ. ഇക്കാര്യത്തിൽ നിയമനിർമ്മാണത്തിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈജിപ്ത് പ്രതിനിധി സഭ പ്രസ്താവനയിൽ അറിയിച്ചു. ഗ്രീസിലെ ബിസ്ക്കറ്റ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഒരാളെ കാണാതായി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രത്തിന്റെ പെരുമയും പ്രൗഢിയും പ്രകടമാക്കി ഇന്ത്യ സാഭിമാനം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ജനാധിപത്യത്തിന്റെ കരുത്തും സമ്പന്ന പൈതൃകവും കർത്തവ്യപഥിൽ പ്രതിഫലിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 77ാം റിപ്പബ്ലിക് ദിന പരേഡ് സാക്ഷ്യം വഹിച്ചത് രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും സൈനിക ശക്തിയുടെയും അതുല്യ സംഗമത്തിന്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലെയിനും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. താങ്ങുവില നൽകി പയർവർഗ്ഗങ്ങളുടെ സംഭരണം 100% ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ.
CK നായിഡു ട്രോഫി ക്രിക്കറ്റിൽ ജമ്മു കശ്മീരിനെതിരെ കേരളത്തിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.